ഈ പ്രധാനമന്ത്രി എവിടെയും കാണപ്പെടാതെ ഇരിക്കുന്നില്ല. ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട യുപിയിൽ വാരണാസിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പറയുന്നത് മുഴുവൻ രാഹുലിനെതിരെയുള്ള ഭള്ളുപറച്ചിൽ. ഇപ്പോൾ യുപിയിൽ യുവാക്കളെ അധിക്ഷേപിച്ച് സംസാരിച്ചു രാഹുൽ എന്നാണ് പറയുന്നത്. യുവരക്തത്തോട് ഇത്രയും വലിയ താല്പര്യമുള്ള ഈ മഹാനുഭാവൻ, ഈ ശുഭ്കരൺ സിംഗ് എങ്ങനെ മരിച്ചു? കുളിമുറിയിൽ തന്നെ വീണ് മരിച്ചു എന്നാണോ ഈ വ്യക്തി കരുതിയിരിക്കുന്നത്? അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന 4 ജാതികളുണ്ടല്ലോ, അതിൽ 3 ഗണത്തിലും പെടും ശുഭ്കരൺ സിംഗ്. യുവാവാണ്, 21 വയസ്സേ ഉള്ളൂ, കർഷകനാണ്, പാവപ്പെട്ടവനാണ്. എന്തായാലും പിന്നെ ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന 4ാമത്തെ കൂട്ടരെന്ന് പറയുന്നത് സ്ത്രീകളാണ്. അത് ശുഭ്കരൺ സിംഗ് അല്ല. ബാക്കി എല്ലാ തരത്തിലും മോദി പരിരക്ഷിക്കാൻ പോകുന്ന ഗണത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതേപ്പറ്റി ഒന്നും പറയുന്നില്ല. രാഹുലിനെതിരെ ഭള്ളു പറയാനുള്ള വീര്യമാണ് ഇന്നും പുറത്തെടുക്കുന്നത്. ഇതെന്ത് പ്രധാനമന്ത്രി? വേണു, അതിൽ ആർക്കാണ് അത്ഭുതം? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ രാജ്യത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ എവിടെയെങ്കിലും നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ടോ? ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹം രാഷ്ട്രീയ എതിരാളികളെ ബിലോ ദ ബെൽറ്റ്, ഒരു സംസ്കാരവും രാഷ്ട്രീയ മാന്യതയും ഒന്നുമില്ലാതെ, വസ്തുതകളില്ലാതെ കള്ളപ്രചരണം നടത്തുന്ന ഒരു വ്യക്തിയാണ്, ഒരു നുണയനായിട്ടുള്ളൊരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അത് ദൗർഭാഗ്യവശാൽ നമ്മുടെ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകി, അല്ലെങ്കിൽ അത് ആ ഒരു ജനങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ആ ഒരു മാൻഡേറ്റിൽ ഇരിക്കേണ്ട സ്ഥാനത്ത് അല്ലാതെ കയറി ഇരുന്നു പോയ ഒരാളാണ്. മനസ്സിലായില്ലേ? പക്ഷെ അത് അദ്ദേഹത്തിന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ മനുഷ്യനും അവനവൻ്റെ സംസ്കാരത്തിനനുസരിച്ച് മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ ഈ സർക്കാർ എവിടെ നിൽക്കുന്നു? ഈ സർക്കാർ കഴിഞ്ഞ കർഷക പ്രക്ഷോഭത്തിലും ഈ കർഷക പ്രക്ഷോഭത്തിലും എടുക്കുന്ന നിലപാട് എന്താണ്? ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരാക്രമണം തടയാൻ പോലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ഇന്ന് ഡൽഹിയിൽ, കനൌറിയിലും അതുപോലെ തന്നെ ബോർഡറിലും ഇവിടെ മറ്റേ റോഡുകളിൽ അള്ളു വിരിച്ച് ബസ്സുകളും ഈ പറയുന്ന ബാരിക്കേഡുകളും തീർത്ത് ഇന്ത്യയുടെ കർഷകരെ പ്രതിരോധിക്കാൻ നോക്കുകയാണ്. എന്താ അവരുടെ ആവശ്യം? അവരുടെ ആവശ്യം ഏറ്റവും ന്യായമായ ആവശ്യമാണ്. രാഷ്ട്രീയമായി പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നരേന്ദ്രമോദി കൊടുത്ത വാഗ്ദാനം, ആ വാഗ്ദാനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. താങ്ങുവില, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കണം എന്നുള്ളത്. ആ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാൻ നരേന്ദ്രമോദി തയ്യാറല്ല. കോൺഗ്രസ് ഉൾപ്പെടെ അവരുൾപ്പെടെ ആവശ്യപ്പെടുന്നത് അത് നിയമപരമായി അവർക്ക് സ്ഥാപിച്ചു കൊടുക്കണം. അത് സ്ഥാപിച്ചു കൊടുക്കാൻ നരേന്ദ്രമോദി താല്പര്യപ്പെടുത്തതിൻ്റെ പുറകിലുള്ള വികാരം എന്താ? അത് ഇന്ത്യയുടെ ഈ നേരത്തെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കർഷകമാരുടെ 3 നിയമങ്ങൾ കൊണ്ടുവന്നത്. ഇന്ത്യയിലെ കാർഷിക മേഖല മുഴുവൻ അദ്ദേഹത്തിന്റെ സുഹൃത്തായ അദാനിക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി ഏറ്റവും വലിയ പ്രതിബന്ധമായി പോകാൻ പോകുന്നത് ഈ MSP ലീഗൽ റൈറ്റ് ആക്കിയാലാണ്. കാരണം ഇവർ ആ കാർഷിക രംഗത്തൊരു മത്സരം ഉണ്ടാക്കിക്കൊണ്ട് ആ മത്സരത്തെ ആ കുത്തകവൽക്കരിച്ച് അതിൽ നിന്ന് അദാനിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ ഇപ്പോഴും ഇവരുടെ അജണ്ട തന്നെയാണ്. അത് നടപ്പാക്കാൻ സാധിക്കാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട MSP ലീഗൽ റൈറ്റ് ആക്കുക എന്നുള്ള ആവശ്യം അംഗീകരിച്ചാൽ ഈ മേഖലയെ കുത്തകവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇവരുടെ ഗൂഢതന്ത്രം പൊളിയുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ എന്താ? ഇവരുടെ മോദിയുടെ ഗ്യാരണ്ടി തകർന്ന് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതല്ലേ കാണുന്നത്. ഇവിടെ നേരത്തെ വേണു സൂചിപ്പിച്ച പോലെ 2 വർഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതെല്ലാം വെറും ഈ പറയുന്ന എന്താ പറയുക മസാല വർത്തമാനങ്ങളല്ലാതെ അതൊന്നും ആക്ഷനിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സമരത്തിന്റെ കാലത്ത് 750ഓളം മരണങ്ങളുണ്ടായി. അവർക്ക് എതിരെ ഉണ്ടായിരുന്ന കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലോ ആ പ്രക്ഷോഭം അവസാനിക്കുന്നത്. അതുപോലും പാലിക്കാൻ കഴിഞ്ഞില്ല. അതുകൂടാതെ ഇന്ന് ഇപ്പൊ 5ാമത്തെ മരണം ഉണ്ടായിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള ഇതിനകത്ത് 5ാമത്തെ മരണം എന്നാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ മരണങ്ങളും ഈ കാർഷിക പ്രക്ഷോഭങ്ങളെയെല്ലാം ജനങ്ങൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള, അവരുടെ ഏറ്റവും വലിയ നീതിപൂർവകമായിട്ടുള്ള അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ച് സമരം ചെയ്യുമ്പോൾ അതിനെ ജനാധിപത്യ രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട ഒരു കേന്ദ്ര സർക്കാർ പകരം ഇവരെ തീവ്രവാദികളായി അധിക്ഷേപിച്ചും തീവ്രവാദികളായി കണ്ടും അവരെ നേരിടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതാ ഞാൻ പറഞ്ഞത്, പാർലമെന്റിനെ അത്തരത്തിലുള്ള തീവ്ര പ്രസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ പരാജയപ്പെട്ട കഴിവുകെട്ടവനായ ഒരു പ്രധാനമന്ത്രി ആ മുഴുവൻ ഊർജ്ജമെടുത്ത് ചെലവാക്കുന്നത് എവിടെയാ? ഈ രാജ്യത്തിന്റെ കാർഷികത്തിൽ. എന്താ ഇവരുടെ പെർഫോമൻസ്? UPAയുടെ സമയത്ത് MSP 119% വർദ്ധിപ്പിച്ചു. എന്നാൽ നരേന്ദ്രമോദിയുടെ കാലത്ത് നെല്ലിനും അതുപോലെ തന്നെ ഗോതമ്പിനും 47 മുതൽ 50% വരെയാണ് MSPയുടെ വർധനവ്. ഇവന് മറ്റു പല കണക്കുകളും പറയുമായിരിക്കും. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പോപ്പുലേഷൻ വളരുമ്പോൾ അതെല്ലാം ക്വാണ്ടിറ്റി കൂടുന്ന ഒരു കാര്യമുണ്ടാവും. പക്ഷെ അതല്ല പ്രശ്നം.
ഇവിടെ ഫെർട്ടിലൈസേഴ്സിന് ക്രമാതീതമായ വർധനവുണ്ടായിരുന്നു, തൊഴിൽ വർധനവുണ്ടാകുന്നു. അവിടെയെല്ലാം ഇടപെടാൻ സാധിക്കാതെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഇവർക്ക് പരിഹരിക്കാൻ കഴിയാതെ മാറി നിന്നുകൊണ്ട് ഇവരെയെല്ലാം ദേശദ്രോഹികളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ അജണ്ടകൾക്ക് നടക്കാതെ വരുമ്പോൾ അവരെയെല്ലാം ജനാധിപത്യ വിരുദ്ധമായിട്ട് നേരിടുക എന്നുള്ള സമീപനം നരേന്ദ്രമോദിയുടെ സമീപനമാണ്. അത് തൊഴിൽ ആളിവർഗത്തോട് ചെയ്യുന്നുണ്ട്, അത് രാജ്യത്തെ കർഷകനോട് ചെയ്യുന്നുണ്ട്, മറ്റ് മത്സ്യത്തൊഴിലാളികളോട് ചെയ്യുന്നുണ്ട്. സമസ്ത മേഖലയിലും ഇവരുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ളത് മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരി.